എന്തുകൊണ്ട് അമേരിക്ക സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു? ലോകം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന വലിയ ചോദ്യം. അമേരിക്ക പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 22-ാം തീയതി യുദ്ധം പുനരാരംഭിക്കേണ്ടതായിരുന്നു. എന്നിട്ടും അതുണ്ടായില്ല. അവിടെയാണ് നമ്മൾ UAE വരച്ച ലക്ഷ്മണരേഖ കാണേണ്ടത്. UAE അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ കാരണം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുകയാണെങ്കിൽ അതിന് അമേരിക്ക ഉത്തരവാദിത്തം ഏൽക്കണമെന്നാണ്. യുദ്ധം തുടർന്നാൽ ഇത് UAEയുടെ മാത്രം വിഷയമായി നിൽക്കില്ല. മുഴുവൻ അറബ് ലോകവും ഈ ആവശ്യം ഉന്നയിക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയിൽ മാത്രം ഒതുങ്ങാതെ അമേരിക്കയുടെ സാമ്രാജ്യത്വ ചിന്തയ്ക്ക് വരെ കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്യും. അമേരിക്കയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഒന്നാണ് UAE. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കനുസരിച്ച് ഏകദേശം $1 ട്രില്യൺ സാമ്പത്തിക ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. 2025 മാർച്ചിൽ ട്രംപ് ഭരണകൂടവുമായി UAE നടത്തിയ ചർച്ചകൾ പ്രകാരം അടുത്ത 10 വർഷത്തിനുള്ളിൽ $1.4 ട്രില്യൺ കൂടി അമേരിക്കയിൽ നിക്ഷേപിക്കാൻ അവർ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ആകെ നിക്ഷേപം $2.4 ട്രില്യൺ എന്ന വമ്പൻ തുകയിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് കണ്ടാൽ സാമ്പത്തിക നിക്ഷേപം പിൻവലിക്കുമെന്ന ഭീഷണി ഒരു നയതന്ത്ര ആയുധമായി ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇതിനകം തന്നെ ചില രാജ്യങ്ങൾ കരാറുകളിലെ ഫോഴ്സ് മജൂർ ക്ലോസുകൾ പരിശോധിക്കുന്നതായി സൂചനകളുണ്ട്. അമേരിക്ക നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിച്ചാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും എന്നുള്ളതാണ്.